ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അവള് ചത്തിട്ടൊന്നുമില്ലല്ലോ, കുത്തുകെട്ടി കിടക്കുന്നല്ലേ ഉള്ളൂ. ചാകുമെന്ന് നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാം. പിന്നെ അവിടെ വിഷ്ണു ഉണ്ടല്ലോ, അവൻ നോക്കിക്കോളും കാര്യങ്ങളെല്ലാം. വേദന ഉണ്ടാവും, എന്നാലും വിഷ്ണുവേട്ടനെ കാണുമ്പോ കുഞ്ഞിച്ചി അതൊക്കെ അങ്ങ് മറക്കും. ശാരദാമ്മേ, എനിക്കും എന്റെ അമ്മയെ കാണണം. അതെ, അച്ഛൻ കണ്ടിട്ട് വരട്ടെ, എന്നിട്ട് മൂക്ക് കാണാം. ചെറിയൊരു മയക്കത്തില, ഉണർത്തണോ? വേണ്ട, ഞാനിവിടെ ഒന്നോളാം. ഓക്കെ. എന്താടോ, ബെല്ലുണ്ടോ? കിട്ടുന്നില്ല സാറേ. ഈ ഭാമ ഇതോടെ പോയിരിക്കുക. വന്നിരുന്നെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പോയി ശാലിനോട് വിവരങ്ങളൊക്കെ അറിയായിരുന്നു. കാര്യങ്ങൾ തിരക്കാനും അന്വേഷിക്കാനും ഒക്കെ ആളുണ്ടാവേണ്ട ഈ സമയത്താ, അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ടൊന്നുമല്ല. ആ സാറേ, വിഷ്ണു കുഞ്ഞിന്റെ ഫോണില് ബെല്ലുണ്ട്. ആ ഇതാ. മക്കളെ, നീ ഇപ്പൊ എവിടെടാ? അവക്ക് ഇതിനെ പറ്റിയ ശാലി നോക്ക്. ഞാൻ അവളുടെ അടുത്ത് തന്നെ ഉണ്ടച്ചാ. മയക്കമാണ്. ഞാനിപ്പോ അവളുടെ അടുത്താ. കുത്തുകൊണ്ട് താഴ്ത്തി തന്നെ വെച്ചാ. എടാ മക്കളെ, നീ അവിടെ ശാലിനോടൊപ്പം തന്നെ ഉണ്ടാവണം. എടാ, ഈ സമയത്ത് അവക്ക് കിട്ടേണ്ടതേ നിന്റെ പരിചരണവും സ്നേഹവും ഒക്കെയാണ്. എടാ, ഇവിടുത്തെ കാര്യോർത്ത് നീ ടെൻഷനൊന്നും അടിക്കണ്ട. അത് അങ്ങനെയൊക്കെ അങ്ങ് നടന്നോളൂടാ. അമ്മ അറിഞ്ഞായിരുന്നോ? ഇല്ല, പുറത്തെവിടെ പോയേക്കുവാ. വന്നു കഴിയുമ്പോഴേ ഞങ്ങൾ രണ്ടും അങ്ങോട്ട് വരാം. അമ്മ വരൂ. എടാ, വാശിയും വൈരാഗ്യവും ഒക്കെ ഈ സമയത്ത് അങ്ങനെ കാണിക്കാൻ പറ്റുമോ? എന്തായാലും ഭാമ ഇങ്ങോട്ട് വരട്ടെ, വന്നിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ശരി അച്ഛാ, എന്നാ അങ്ങനെ ആവട്ടെ. ആ ഡോ, ഭാമയെന്ന് വിളിച്ചു നോക്കടോ. വിളിക്കാം സാർ. ആ ഡേ വന്നല്ലോ. പിന്നെ കുറച്ച് വെള്ളം കുടിക്കാൻ എടുക്ക. ഇതെവിടെ പോയതാ ഭാമേ?
ഒരു വീടിന്റെ കാര്യത്തിനായിട്ട് പോയതാ, ഒന്നും നടന്നില്ല. പോയി അലഞ്ഞത് തന്നെ മിച്ചം. അല്ല, കാര്യങ്ങളെല്ലാം നീ അറിഞ്ഞായിരുന്നോ? ഇല്ല, എന്താ? നമ്മുടെ ശാലിനിക്ക് ഏതോ ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടായി. ഒരു കുത്ത് വയറ്റിൽ തന്നെ കൊണ്ടേക്കുന്നേ. ഇപ്പൊ ഹോസ്പിറ്റലാന്ന്. ഭാമേ, നമുക്കൊന്ന് പോണ്ടേ? അല്ല ഭാമേ, നീയൊന്നും പറഞ്ഞില്ല. ഓരോരുത്തർ ചെയ്തു കൂട്ടുന്നതിന് തിരിച്ചടികൾ ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാ. അനുഭവിക്കട്ടെ. എന്റെ മനസ്സ് വേദനിപ്പിച്ചവർക്കൊന്നും ഒരു സ്വസ്ഥതയും കിട്ടരുത്. ഭാമേ, പഠിക്കട്ടെ. കുറച്ചു ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് അവളും വേദന തന്നെട്ടെ. അതിന് മാത്രം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അല്ല, മോനെ അറിഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ടാവുമല്ലോ. ഉണ്ട്, അവൻ ഹോസ്പിറ്റലുണ്ട്. ഓ, ഞാനിപ്പോ സംസാരിച്ച് അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. ഉണ്ടാകുമല്ലോ. അവളുടെ വാലി തൂങ്ങി നടക്കാൻ അവന്റെ യോഗം. ഇനി ഞാനെന്ത് പറയാനാ? ഇനി വിളിക്കുകയാണെങ്കിൽ പുന്നാര മോനോടൊന്ന് പറഞ്ഞേക്ക്, ശുശ്രൂഷയും പരിചരണവും ഒക്കെ കഴിഞ്ഞു വരുമ്പോ താമസിക്കാൻ വീടുണ്ടാവില്ലെന്ന്. അച്ഛനെയും അമ്മയും കൂട്ടി ഏതെങ്കിലും വൃദ്ധസദനത്തിലേക്കോ വല്ല അനാഥാലയത്തിലേക്കോ മറ്റോ പോകാനുള്ള പദ്ധതി ഉണ്ടോന്നും കൂടി ചോദിക്കും. ജനിച്ച് ജീവിച്ചു പോയില്ലേ, തല ചായ്ച്ച് ഉറങ്ങാൻ ഒരു സ്ഥലം വേണമല്ലോ മനുഷ്യന്. അതിനുള്ള സ്ഥലം വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കേ മോനോട്. ഭാമേ, നീ എന്താ ഇങ്ങനെ ഈ സാഹചര്യം നോക്കാൻ സംസാരിക്കുന്നേ? ഇപ്പോഴത്തെ അവസ്ഥയിലും അവരിതൊക്കെ നോക്കാൻ സമയം? അവന്റെ ഭാര്യ അവിടെ കുത്തുകൊണ്ട് കിടക്കുന്നേ. ഭാര്യയായാലും ഭർത്താവായാലും വന്നു കിടക്കാൻ ഒരു സ്ഥലം വേണമല്ലോ. അതൊന്നും പറഞ്ഞറിയിക്കാനേ ഞാനും പറഞ്ഞോളൂ. ഭാമേ, നമുക്കവിടെ വരുന്ന് പോണ്ടേ? അല്ല, വിവരോധ സ്ഥിതിക്ക് പോകാതിരിക്കുന്ന മോശമല്ലേ? അവള് ചത്തിട്ടൊന്നുമില്ലല്ലോ, കുത്തുകെട്ടി കിടക്കുന്നല്ലേ ഉള്ളൂ. ചാകുമെന്ന് നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാം. പിന്നെ അവിടെ വിഷ്ണു ഉണ്ടല്ലോ, അവൻ നോക്കിക്കോളും കാര്യങ്ങളെല്ലാം. ഭാമേ, എന്നാ പിന്നെ ഞാൻ പിള്ളേം കൂട്ടിന്ന് പോയാലോ? അല്ല, കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്യാം, ചെന്ന് തിരക്കില്ല എന്നുള്ള പരിഭവം ഇല്ലാതാവുമല്ലോ. ദേ, ആ വഴി എങ്ങോട്ടെങ്കിലും പോയിക്കോണം, പിന്നെ ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. ഇവിടെ ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടും കളക്ടർ എന്ന നിലയ്ക്ക് ഒരു സഹായം ചെയ്യാത്ത അവളെ ഈ വീട്ടിൽ നിന്ന് പോയി കാണാനോ? ഞാനും പോകുന്നില്ല, നിങ്ങളും പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ആ കളക്ടർക്ക് എന്തിനാ നമ്മുടെ സഹായം?